മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. കർണാടക കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പുതിയ നിബന്ധനയുമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. 3 വർഷം തികയ്ക്കാൻ അനുവദിക്കണം. അടുത്ത മെയ് 20-ന് 3 വർഷം തികയും. വിഷയം ഇന്ന് ഹൈക്കമാൻഡ് ചർച്ച ചെയ്തേക്കും. വിവരങ്ങളുമായി ഫൈസലാണ് ചേരുന്നത്. ഫൈസൽ, എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പുതിയ നിബന്ധനയുമായി ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എത്തിയിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ഫൈസൽ? രേണുക, കഴിഞ്ഞ കുറേ ദിവസങ്ങളായാണ് ഇത്തരത്തിൽ കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു തർക്കം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതായത് ഈ കർണാടക കോൺഗ്രസിലെ കർണാടകയിൽ കോൺഗ്രസ് മന്ത്രിസഭ വന്നത് മുതൽ തന്നെ ഈ ആദ്യത്തെ ഒരു നിബന്ധന എന്ന് പറയുന്നത് 2.5 വർഷം സിദ്ധരാമയ്യയും 2.5 വർഷത്തിന് ശേഷം ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി തുടരുന്ന DK ശിവകുമാർ, കർണാടക PCC പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറണം എന്നുള്ളൊരു നിബന്ധനയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുമ്പ് തന്നെ ഒരു നിബന്ധനയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിന് മുമ്പ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്. അതിനിടെയാണ് അതിനിടെയാണ് ഇത്തരത്തിൽ 2.5 വർഷം പൂർത്തിയായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയൊരു തർക്കം ഉണ്ടായിരുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ, AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, തന്നെ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഉൾപ്പെടെ വലിയ ചർച്ചയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഡൽഹിയിൽ ഉൾപ്പെടെയായിരുന്നു ചർച്ച നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കർണാടക കോൺഗ്രസിൽ ഇപ്പോൾ ഈ പുതിയ നിബന്ധനയുമായി സിദ്ധരാമയ്യ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് 3 വർഷം തന്നെ ഭരിക്കാൻ അനുവദിക്കണം എന്ന് തന്നെയാണ്. മുഖ്യമന്ത്രി തുടരാൻ 3 വർഷം അനുവദിക്കണം. ഈ മെയ് 20 ആകുമ്പോഴേക്കും, അതായത് 2026 മെയ് 20 ആകുമ്പോഴേക്കും അത് 3 വർഷം പൂർത്തിയാകും. അതിനുശേഷം നമുക്ക് ഇത് പരിഗണിക്കാം എന്ന് തന്നെയാണ് സിദ്ധരാമയ്യ പറയുന്നത്. അതായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുകയും ചെയ്യും. ഈ വിഷയത്തിൽ കർണാടക PCC പ്രസിഡന്റ് ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ രാഹുൽ ഗാന്ധിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു തർക്കവുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജാണത്. അല്പം കൂടി കാത്തിരിക്കൂ, നമുക്ക് വഴിയുണ്ടാക്കാം എന്നാണ് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞതെന്നാണ് വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്ന് പറയുന്നത്. ഏതായാലും കർണാടക കോൺഗ്രസിൽ ഇപ്പോൾ തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, ഈ വിഷയം ചർച്ചയായിട്ടില്ല, തങ്ങൾ തമ്മിലൊരു തർക്കവുമില്ല, എല്ലാം മാധ്യമ സൃഷ്ടികളാണ്, ഈ വിഷയം ചർച്ചയായിട്ടില്ല, പകരം തദ്ദേശ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങളാണ് മാത്രമാണ് ചർച്ചയായത് എന്നാണ് സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC പ്രസിഡന്റും മായ ഈ DK ശിവകുമാറിനോട് ചോദിക്കും വേണ്ട, അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലൊരു ചർച്ചയുമില്ല, എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും, ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് തന്നെയാണ് DK ശിവകുമാറും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ ഇവർ തമ്മിൽ ഒരു തർക്കവുമില്ല, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം നിർണായകമാണ്, ഹൈക്കമാൻഡിന്റെ തീരുമാനം മാത്രമേ അനുസരിക്കൂ എന്ന് പറയുമ്പോഴും ഇതിൽ വലിയ രീതിയിലുള്ള തർക്കമുണ്ട്. പരോക്ഷമായ ഒരു വലിയ രീതിയിലുള്ള പരസ്യമായി ഇവർ രംഗത്ത് വരുന്നില്ലെങ്കിലും അതേസമയം കർണാടക കോൺഗ്രസിന്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിലേക്ക് DK ശിവകുമാർ പക്ഷമുള്ള MLA-മാർ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ഈ KC വേണുഗോപാലുമായി ചർച്ച നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ കൂടുതൽ സങ്കീർണമാകുന്ന രീതിയിലേക്ക് മാറുകയാണ്. 3 വർഷം തികയ്ക്കാൻ അനുവദിക്കണമെന്നാണ് സിദ്ധരാമയ്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നാണ് അറിയുന്നത്. ഏതായാലും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇത് ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ചയിൽ എന്തായാലും ഒരു തീരുമാനമുണ്ടാകും. എന്തായിരിക്കും തീരുമാനം എന്നാണ് ഇനി അറിയേണ്ടത്. രേണുക, ശരി, വിവരങ്ങൾ പങ്കുവച്ചത് ഫൈസൽ അസീസാണ്.